ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്കൊരിക്കൽ കൂടി കർത്തൃസന്നിധിയിൽ തിരുവചനമായിട്ട് ഇരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അവസരം നൽകിയതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രീറ്റിംഗ്സ് ഇൻ ദ precious name of Jesus, all believers, all viewers, all followers of Facebook, in the mighty name of Jesus, be blessed. കർത്താവിലുള്ള വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉത്തേജനമാണ്, ചൈതന്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതായ എല്ലാ മെസ്സേജുകളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തതിൽ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് ഒരു ഷോർട്ട് മെസ്സേജ്, സങ്കീർത്തനങ്ങൾ 37 4 വാക്യമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങൾ Psalms 37 verse 4. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. Delight yourself in the Lord and he will give you the desires of your heart. ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളുക. രസിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഈ സങ്കീർത്തനം 37 സങ്കീർത്തനത്തിൽ ഉടനീളം ദുഷ്പ്രവർത്തിക്കാരും നീതിമാന്മാരും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൽ അവരുടെ ഇടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്നവന്റെ സുരക്ഷിതത്വവും ദുഷ്ടന്റെ സുരക്ഷിതത്വമില്ലായ്മയുമാണ് ഈ സങ്കീർത്തനത്തിൽ, ഈ 37 സങ്കീർത്തനം ഉടനീളം കാണിക്കുന്നത്. 37 സങ്കീർത്തനം 1 വാക്യത്തിൽ തുടങ്ങുന്നത് തന്നെ ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ എന്ത് ചെയ്യുന്നു, മുഷിയരുത്. അപ്പോൾ ദുഷ്പ്രവർത്തിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടം. അപ്പോൾ അവരുടെ നിമിത്തം നീ മുഷിഞ്ഞു പോകരുത്. കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിലും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു. 15-16 വയസ്സുള്ള ഒരു കൊച്ചു ബാലനെ കുറെ കുട്ടികൾ ചേർന്ന് അടിക്കുന്ന ഒരു ഭീകരമായ രംഗം. അപ്പോൾ അങ്ങനെ ചെറുപ്പകാലം മുതലേ ദുഷ്പ്രവൃത്തികൾ മനുഷ്യരിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. എത്ര ഇൻസിഡൻസാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദുഷ്പ്രവൃത്തികൾ അത് ചെറുപ്പക്കാരിലും മുതിർന്നവരിലും ഒരുപോലെ വ്യാപരിക്കുന്ന ഒരു ശക്തി പോലെ മനുഷ്യരുടെ ഇടയിൽ വന്ന് ദുഷ്പ്രവൃത്തി ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുക. അവിടെ 2 വാക്യത്തിൽ ഇപ്പോൾ നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. അപ്പൊ നീതികേട് ചെയ്യുന്നവർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്, അവരോട് അസൂയപ്പെടരുത്. അവിടെ 2 വാക്യത്തിൽ പറയുന്നവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. അങ്ങനെയുള്ളവരൊന്നും നിലനിൽക്കത്തില്ല. വേഗത്തിൽ അവര് പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങുകയും പച്ചച്ചെടി പോലെ വാടിപ്പോവുകയും ചെയ്തു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളൊരു ദേശത്ത് പാർക്കുമ്പോൾ ആ ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ തിന്മകളെയും നന്മ കൊണ്ട് മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. തിന്മയെ തിന്മ കൊണ്ട് ജയിക്കുവാൻ പാടില്ല. തിരുവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നില്ല. ഒരാൾ നമുക്കെതിരായി തിന്മ ചെയ്താൽ അയാൾക്ക് എതിരെ തിരിച്ച് തിന്മ ചെയ്താൽ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസമില്ലല്ലോ. എന്നാൽ തിന്മ ചെയ്യുന്നവന് നന്മ കൊണ്ട് മാത്രമേ അവന് നമുക്ക് എതിർപ്പെടാൻ കഴിയത്തുള്ളൂ. തിരുവചനം നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക, നന്മയാൽ തിന്മയെ ജയിക്കുക. അങ്ങനെ ദേശത്ത് വിശ്വസ്ത ആചരിക്കുക എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ വായിച്ച കുരുവചനത്തില് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. യഹോവയിൽ എങ്ങനെയാണ് ആനന്ദിക്കുന്നത്? നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്, ആനന്ദം ഉണ്ടാകുന്നത് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ പങ്കാളിയാകുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് വീട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് കൂടെയുള്ള നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ ഭർത്താവിനോട് കൂടെയുള്ള ജീവിതം, അല്ലെങ്കിൽ അപ്പനും അമ്മയോടും കൂടെയുള്ള ജീവിതം, അല്ലെങ്കിൽ മക്കളോടൊപ്പമുള്ള ജീവിതം, അങ്ങനെയുള്ള ജീവിതം നമ്മൾക്ക് എപ്പോഴും സന്തോഷം തരുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് നമ്മൾ പങ്കാളിയായി ജീവിച്ച്, അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് ഒത്തൊരുമിച്ച് വസിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഈ ഭൂമിയിൽ ലഭിക്കുന്നതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് ആ സന്തോഷം നഷ്ടപ്പെടുക.
ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു സ്നേഹിതൻ പെട്ടെന്ന് മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ നഷ്ടമാകുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ദുഃഖമായി തീരും. നമ്മുടെ സന്തോഷമെല്ലാം മാറിപ്പോകും. കഴിഞ്ഞ ദിവസം ഞാനൊരു മരണ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരി ദുഃഖകരമായൊരു വർത്തമാനം എന്നോട് പറഞ്ഞു. ആ വർത്തമാനം ഇതാണ്: ആ സഹോദരിക്ക് ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ +2 കഴിഞ്ഞ് പരീക്ഷ എഴുതി കാത്തിരുന്ന സമയത്ത് അഡ്മിഷനുള്ള ബന്ധത്തിൽ മാനേജ്മെന്റ് കോട്ടയിൽ മകന് അപ്ലൈ ചെയ്തു. ആ അമ്മ ഒറ്റ കാര്യം ചോദിച്ചതേ ഉള്ളൂ: എന്തിനാ മോനെ മാനേജ്മെന്റ് കോട്ടയിൽ അപ്ലൈ ചെയ്തത്? ഗവൺമെന്റ് കോട്ടയിൽ കിട്ടത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് ഏത് അപ്പനും അമ്മയും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റ് കോട്ടയിൽ കിട്ടത്തില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ പയ്യന് അതങ്ങ് ഇൻസൾട്ടായി തീർന്നു. അവിടെ സംഭവിച്ചൊരു കാര്യം, ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം സംഭവിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഡിപ്രസ്ഡ് ആയിട്ട് അവൻ പോയി ആത്മഹത്യ ചെയ്തു. നോക്കണം, നിസ്സാര കാര്യത്തിന് ഒരു മകൻ ആത്മഹത്യ ചെയ്തു പോയി. അപ്പോൾ ആ അമ്മയുടെ വേദന എത്ര വലുതായിരിക്കും, അല്ലെങ്കിൽ ആ വീട്ടിലെ വേദന എത്ര വലുതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞൊരു താല്പര്യം, അങ്ങനെയുള്ള ദാരുണ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണമെങ്കിൽ ദൈവത്തോടുകൂടെ വസിക്കുക, ദൈവത്തോടുകൂടെ ആനന്ദിക്കുക എന്നുള്ള തിരുവചനം നമ്മൾ ശ്രദ്ധിക്കണം. അത് സങ്കീർത്തനം 37:4 അതാണ് പറയുന്നത്: യഹോവയിൽ തന്നെ ആനന്ദിച്ചു കൊള്ളുക, രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എങ്ങനെയാണ് രസിക്കുന്നത്? ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് രസിക്കാൻ, സന്തോഷിക്കാൻ പറ്റുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഏറ്റവും അടുത്ത ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ പാർക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കും. ഇതുപോലെ ദൈവം നമ്മോട് കൂടെ പാർക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം സന്തോഷിക്കാൻ തുടങ്ങുന്നത്. ദൈവം എങ്ങനെയാണ് നമ്മുടെ കൂടെ പാർക്കുന്നത്? മത്തായി സുവിശേഷം 28-ാം അധ്യായത്തില് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. നമ്മുടെ ശിഷ്യന്മാരോട് ഒരു ഉറപ്പും ധൈര്യവും കർത്താവ് കൊടുക്കുകയാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന ഒരു ഉറപ്പും ധൈര്യം കൊടുക്കുകയാണ്. ഇതാർക്ക് ഈ ഭൂമിയിൽ തരാൻ പറ്റും? ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സൂപ്പർ നാച്ചുറൽ തിങ്കിങ്ങിലേക്ക് വന്നാലേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലെ വാസം അല്പകാലം മാത്രമാണ്. 80 വർഷമോ അല്ലെങ്കിൽ 90 വർഷമോ 100 വർഷമോ വാട്ട് എവർ ഇറ്റ് മേ. പക്ഷെ കർത്താവ് പറയുകയാണ്, ലോകം അവസാനിക്കുന്നവരെ നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമെന്ന് പറയാൻ കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഒരു ബിലീവർ ആണെങ്കിൽ, കർത്താവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, കർത്താവ് നിങ്ങളോട് അക്ഷര ചെയ്യുകയാണ്, ഉറപ്പായിട്ട് പറയുകയാണ്, കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങളുടെ സങ്കടങ്ങളിലും നിങ്ങളുടെ ദുഃഖങ്ങളിലും നിങ്ങളുടെ നിരാശകളിലും നിങ്ങളുടെ ഭാരങ്ങളിലും നിങ്ങളുടെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു സർവശക്തിയുള്ള ദൈവമുണ്ട്. അതാണ് കർത്താവ് ഉറപ്പ് പറഞ്ഞത്: കണ്ടാൽ ഞാൻ എല്ലാ ദിവസവും ലോകാവസാനത്തോളം നിങ്ങളോടുകൂടി ഇരിക്കും. ഇനി നമുക്ക് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളോട് കൂടെ ഇരിക്കുമെന്ന് കുറച്ചുകൂടെ ഉറപ്പിച്ച് പറയുന്ന ചില വചനഭാഗങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് 12 മുതലുള്ള വാക്യങ്ങൾ: എന്നെ വിശ്വസിക്കുവേൻ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലുതും അവൻ ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലുതും ചെയ്യും. അടുത്തത്: നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടി. അവിടെ സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പ്രിയമുള്ളവരെ,
എന്നേക്ക് നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന മറ്റൊരു കാര്യസ്ഥനെ നോക്കണം. അവിടെ കർത്താവ് പറഞ്ഞിട്ട് പോയി, കണ്ടാൽ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളിലും നിങ്ങളോട് കൂടെ ഇരിക്കും. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ ഉയരത്തിലേക്ക് നോക്കി നിന്നപ്പോൾ ദൂതൻ പറഞ്ഞു, ഞാൻ അവൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുമെന്ന്. അപ്പൊ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവ് ഉറപ്പിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഉറപ്പിച്ച് ചില പ്രത്യാശയുടെ സന്ദേശം ശിഷ്യന്മാർക്ക് കൊടുത്തിരുന്നു. എന്നാൽ അവിടെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ കർത്താവോട് വെളിപ്പെടുത്തുകയാണ്, സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അടുത്ത വാക്യം നോക്കി. ലോകം അവനെ കാണുകയോ അറിയുകയോ. അപ്പോൾ ലോകത്തിന് അവനെ കാണാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ നഗ്നമായ കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ ടെക്നോളജി കൊണ്ടോ ഒന്നും ദൃശ്യമായ ഒരു കാര്യമല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാര്യസ്ഥൻ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാകുന്ന സത്യത്തിന്റെ ആത്മാവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിലേക്കാണ് വസിക്കാൻ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ശ്വാസം വസിക്കുന്നത് പോലെ ശ്വാസം നമുക്ക് കാണാൻ പറ്റുമോ? മേലോട്ട് വിടുന്നു, താഴോട്ട് ഇറങ്ങുന്നു, പിന്നെയും മേലോട്ട് വിടുന്നു, താഴോട്ട് ഇറങ്ങുന്നു. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള രക്തം നമുക്ക് കാണാൻ പറ്റത്തില്ല, കുത്തിപ്പൊട്ടിച്ചെങ്കിൽ മാത്രമേ രക്തം കാണാൻ പറ്റത്തില്ല. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് വസിക്കാൻ തുടങ്ങും. യേശുക്രിസ്തുവിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവാണ്, കർത്താവാണ്, അവൻ സർവശക്തനാണ്, അവൻ നീതിമാനാണ്, അവനിൽ കൂടെ പാപമോചനമുണ്ട്, അവനിൽ കൂടെ നിത്യജീവനുണ്ട്, അവനിൽ കൂടെ മരണമില്ലാത്തൊരു ജീവിതമുണ്ട്, അവനിൽ കൂടെ നിത്യസ്വർഗമുണ്ട് എന്നൊക്കെ വിശ്വസിക്കാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, അവരോടൊപ്പം വസിക്കുവാൻ സത്യത്തിന്റെ ആത്മാവാകുന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ അയച്ചു തരുമെന്ന്. എന്നെ കേൾക്കുന്ന ഒത്തിരി വിശ്വാസമുള്ളവർ കാണും, ഒരു വിശ്വാസമില്ലാത്തവർ കാണും, ഈ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവരോടുമുള്ള ഒരു സന്ദേശമായി പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ഹൃദയം, നിങ്ങളുടെ ഉള്ളിലെ ആ മനസ്സ് സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം, ആനന്ദിപ്പിക്കുവാൻ തക്കവണ്ണം ഒരേ ഒരാൾക്കേ കഴിയത്തുള്ളൂ. അത് സത്യത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അവൻ നമ്മോട് കൂടെ വസിക്കാൻ തുടങ്ങുമ്പോൾ അവൻ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തരും. ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യാശയാണ്. എന്ന് പറഞ്ഞാൽ മരണം മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുള്ള ജീവിതമുണ്ട്. അതുകൊണ്ടാണ് സ്തേഫാനോസ് കല്ലെറിയുന്നവരുടെ മുമ്പിൽ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അബ്ബാ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കണമേ. ഈ ഭൂമിയിൽ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? സാധാരണ ആൾക്കാര് അവരെ പ്രാകുക ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവുള്ള ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്ന പാപം ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് കണക്കിടരുതേ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് കല്ല് അവനെ ശക്തമായിട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായി കല്ലേറ് കൊണ്ടവൻ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, സ്വർഗീയ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അവിടെ മരണം സംഭവിക്കുകയാണ്. സ്തേഫാനോസ് അവിടെ മരണപ്പെടുകയാണ്. എങ്കിലും അവനെ സ്വീകരിക്കുവാൻ, മരിച്ച ആ സ്തേഫാനോസിനെ സ്വീകരിപ്പാൻ അവിടെ സ്തേഫാനോസ് കണ്ടൊരു ദർശനം, പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച സ്തേഫാനോസ് കാണുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഈ ഭൂമിയിൽ കല്ലെറി കാണും, നിന്ദകൾ കാണും, പരിഹാസങ്ങൾ കാണും, അതേ ക്ഷാമങ്ങൾ കാണും, മറ്റു പലതും കാണും. എന്നാൽ ക്രിസ്തുവിനോടൊപ്പമാണ് നീ വസിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് നിന്നോട് കൂടെ വസിക്കുന്ന കാര്യസ്ഥനെങ്കിൽ, നിന്റെ ഏത് പ്രയാസഘട്ടങ്ങളിലും ആനന്ദിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയാനിടയായിത്തീരും. അതുകൊണ്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താമണ്ഡലത്തിന് അതീതമാണ്, സൂപ്പർ നാച്ചുറൽ പവറാണ്.
അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 2-ാം അധ്യായം ഉടനീളം നമുക്ക് കാണാൻ പറ്റും. യേശുക്രിസ്തു മരിച്ച് അവനെ ക്രൂസിൽ തറച്ച് കൊന്നുകളഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാം ഭയവിഹ്വലരായി. അത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് അവർ ഒന്നിച്ചു കൂടിയിരുന്ന ആ മാളിക മുറിയിൽ നോക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് വ്യാകുലപ്പെട്ട ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഒരു കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. എന്നെ എന്നേക്കുമായി സന്തോഷിപ്പിക്കുന്ന, എന്നെ ആനന്ദിപ്പിക്കുന്ന, എന്നെ രസിപ്പിക്കുന്ന ദൈവാത്മാവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ. ഈ മെസ്സേജ് കേൾക്കുന്നവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട്, എന്നെ രസിപ്പിക്കുന്ന, എന്നെ സന്തോഷിപ്പിക്കുന്ന, എന്നെ ആനന്ദിപ്പിക്കുന്ന, എൻ്റെ നിരാശകളെ മാറ്റിക്കളയുന്ന, എൻ്റെ സങ്കടങ്ങളെ മായ്ച്ചു കളയുന്ന, എനിക്ക് അധികമായി ആനന്ദം കൊണ്ട് അഭിഷേകം തരുന്ന സർവശക്തിയുള്ള പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിലേക്കൊന്ന് വരണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നു, അവരുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കാൻ തുടങ്ങും. ദൈവാത്മാവ് വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ ഉപരിയായിട്ടുള്ള ദൈവപ്രവൃത്തികൾ ആരംഭിക്കാൻ തുടങ്ങും. നോക്കണം, പത്രോസിന് മേൽ ദൈവാത്മാവ് വസിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റും. സുന്ദരമെന്ന ദേവാലയത്തിന്റെ പടിവാതിക്കൽ ഒരു മുടന്തനായിരുന്ന് യാചിച്ചു കൊണ്ടിരുന്നു. വല്ലതും തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വരുന്നവരോടെല്ലാം നിലവിളിക്കുകയാണ്. പത്രോസും യാക്കോബും യോഹന്നാനൊക്കെയും ആ ദേവാലയത്തിലേക്ക് ആരാധനയ്ക്കായി വന്നപ്പോൾ അവരോട് ചോദിച്ചു. അവരവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്ക എന്ന് കൽപ്പിച്ചു. പൊടുന്നനവേ അവന്റെ നരിയാണികൾ ഉറച്ചു, അവന്റെ കാൽപാദങ്ങൾ നിലത്തൂതി നടക്കാൻ തുടങ്ങി. നോക്കണം, ദൈവപ്രവൃത്തി, പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്നാൽ ദൈവപ്രവൃത്തി ഉണ്ടാകും, അവിടെ സന്തോഷം ഉണ്ടാകും. നോക്കണം, ആ മുടന്തന് ജീവിതത്തിൽ ഒരു സന്തോഷവും അന്നുവരെയും ലഭിച്ചിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവരുടെ മേലുള്ള സന്തോഷം ഇവന്റെ മേൽ കൈമാറി. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വൈകിട്ടത്തെ ഈ ഷോർട്ട് മെസ്സേജ് ഇതാണ്: എൻ്റെ മേലുള്ള ദൈവാത്മാവിന്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ് ഈ വചനം ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. ആമേൻ. എൻ്റെ മേലുള്ള ദൈവത്തിന്റെ വചനം, എനിക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ശക്തിയുടെ സാന്നിധ്യം നിങ്ങളുടെ മേലും വരും. ഇതെല്ലാം തരുന്നത് സർവശക്തിയുള്ള ദൈവമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ നമ്മുടെ വചനം ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ഷോർട്ട് മെസ്സേജ് ഇതാണ്: യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അപ്പോൾ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പോൾ നോക്കണം, ആ മുടന്തനായ മനുഷ്യൻ ദൈവത്തിൽ പത്രോസിന്റെയും യാക്കോബിന്റെയും എല്ലാം മുഖത്ത് നോക്കി. അവര് പറഞ്ഞത് പോലെ ദൈവപ്രവൃത്തിയോടെ അവന്റെ മേൽ വെളിപ്പെട്ടു വന്നു. അവന്റെ ഉള്ളിൽ സന്തോഷമുണ്ടായി. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ രോഗാവസ്ഥയിൽ ഭാരപ്പെടുകയാണോ? മറ്റു ചില സങ്കടങ്ങൾ നിങ്ങൾ വ്യാകുലപ്പെടുകയാണോ? നിരാശയുടെ ഗർത്തത്തിലാണോ കിടക്കുന്നത്? ആത്മഹത്യക്ക് വേണ്ടി നിങ്ങൾ ആലോചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടോ? കർത്താവ് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റിയെടുത്ത് നിങ്ങളുടെ നഷ്ടപ്പെട്ട സന്തോഷം മടക്കി തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ സന്തോഷം ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ നഷ്ടപ്പെട്ട സന്തോഷം മടക്കി തരാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ മടക്കി തരാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവാം ദൈവമേ, ഈ നഷ്ടപ്പെട്ട സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആശ്രയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവ് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, നഷ്ടപ്പെട്ട വിശ്വാസം, നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട ആനന്ദം,
അവരിലേക്ക് മടങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവിനാൽ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഈ കേൾക്കുന്ന ജനം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അവരിലേക്ക് ഇറങ്ങി വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ സന്തോഷം ഈ കേൾക്കുന്ന ജനത്തിന് മേൽ ഇറങ്ങി വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ ആനന്ദം കർത്താവ് ഈ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, കർത്താവ് വീടുകളിൽ ഇരുന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവരിലേക്ക് ഇറങ്ങി വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നപ്പ. നസ്രന യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ട് ഈ വചനം ആരും മറക്കരുത്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അപ്പോൾ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകി തരും. എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ ചെറുതോ വലുതോ ആകട്ടെ, എന്നാൽ ദൈവഹിതപ്രകാരമുള്ള എല്ലാ ആഗ്രഹങ്ങളെയും നിനക്ക് നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് സൂര്യനിൽ പോകണമെന്നോ ചന്ദ്രനിൽ പോകണമെന്നോ നമ്മൾ ആഗ്രഹിച്ചാൽ അത് ചിലപ്പോൾ നടക്കണമെന്നില്ല. എന്നാൽ ദൈവഹിതപ്രകാരം നീ ആയിരിക്കുന്ന വീട്ടിൽ, നീ നിന്റെ മക്കളുള്ള ബന്ധത്തിൽ, നിന്റെ വൈഫിനുള്ള ബന്ധത്തിൽ, നിന്റെ ഭർത്താവിനുള്ള ബന്ധത്തിൽ, നിന്റെ ബിസിനസ്സിനുള്ള ബന്ധത്തിൽ, നിന്റെ ആരാധനയുള്ള ബന്ധത്തിൽ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ബന്ധത്തിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ആഗ്രഹങ്ങളെയും നൽകി തരുവാൻ ദൈവം വിശ്വസ്തൻ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. മേ ഗോഡ് ബ്ലസ് ഓൾ. ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യണം. മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് ആൾ. താങ്ക് യു.